ഹേ മൈ സൺഷൈൻസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഹായ്, ഐ എം ശ്രീലു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമല്ലാത്ത ബട്ട് മോസ്റ്റ്ലി എല്ലാവരും കടന്നു പോയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ്. സോ ടുഡേയ്സ് ടോപ്പിക് ഈസ് ഹൗ ടു ഗെറ്റ് ഓവർ സം വൺ. സോ മേ ബി ഇറ്റ് വാസ് എ ക്രഷ്, അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നുണ്ടാവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും ബട്ട് യു ഹാഡ് ഫീലിങ്സ് ഫോർ ദാറ്റ് പേഴ്സൺ. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മൾ അവരെ മറക്കാമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ടു ഗെറ്റ് ഓവർ ദം വി നീഡ് ടു ഇറ്റ്സ് ലൈക്ക് ഡിലീറ്റിംഗ് യുവർ ഫേവറേറ്റ് സോങ് ഫ്രം ദ പ്ലേലിസ്റ്റ് അല്ലേ. പക്ഷേ നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലിറ്ററലി എവറി സോങ് റിമൈൻഡ്സ് യു ഓഫ് ദം. ബട്ട് ഡോണ്ട് വറി, ഈ വീഡിയോ എൻഡ് ആകുമ്പോഴേക്കും ഞാൻ നിങ്ങളുടെ കയ്യിൽ അവരെ മറക്കാനായിട്ടുള്ള ടൂൾ കിറ്റ് തരാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ 3 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് ഇതിൻ്റെ പുറകിലുള്ള സയൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ വൈ ഇസ് ഇറ്റ് സോ ഹാർഡ് ടു ഗെറ്റ് ഓവർ സം വൺ. അപ്പോൾ നമുക്ക് അതിൻ്റെ സയൻറ്റിഫിക് റീസൺ ആദ്യം മനസ്സിലാക്കാം. ആൻഡ് സെക്കൻഡ് സെക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് ഹൗ ടു ഗെറ്റ് ഓവർ സം വൺ എന്നുള്ള കാര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരും. ആൻഡ് തേർഡ് സെക്ഷൻ ഇസ് എ ബോണസ് സെക്ഷൻ. സോ അതെന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല, വീഡിയോ ഫുള്ള് കണ്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കും. സോ ഞാൻ പറഞ്ഞ പോലെ ഇഷ്യൂ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഈ കുട്ടി ബ്രെയിൻ്റെ അകത്ത് നടക്കണത് എന്താണെന്ന് നമുക്ക് എക്സാക്ട്ലി മനസ്സിലാക്കാം. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു പേഴ്സണെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അതായത് നിങ്ങളുടെ ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ അല്ലെങ്കിൽ ക്രഷോ അല്ലെങ്കിൽ ഫ്രണ്ടോ ആരായാലും അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ 2 ഹോർമോൺസ് റിലീസാവും, ഡോപ്പമിനും ഓക്സിറ്റോസിനും. ആൻഡ് ഈ 2 ഹോർമോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ആണ്. അതായത് ഒരു മൂവിയിൽ വിനീത് ശ്രീനിവാസൻ പറയണില്ലേ, ലവ് എന്ന് പറയണത് കഞ്ചാവ് പോലെയാണെന്ന്. അപ്പോൾ ബേസിക്കലി നിങ്ങൾ അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ യു വിൽ ബി ഹൈ ഓൺ ലവ്. അപ്പോൾ ആ ഒരു പേഴ്സൺ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പോഴേ ഇറ്റ്സ് ലൈക്ക് എ മിനി വിത്ഡ്രോവൽ. അതായത് ഇപ്പോൾ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ഡ്രഗ് യൂസ് ചെയ്യണത് സ്റ്റോപ്പ് ചെയ്താൽ അവർക്ക് ഇഷ്യൂസ് വരില്ലേ. അപ്പോൾ അത്ര എക്സ്ട്രീം ആണെന്നൊന്നും ഞാൻ പറയില്ല, ബട്ട് ഇതെന്ന് പറഞ്ഞാൽ ഒരു മിനി വിത്ഡ്രോവൽ. നമുക്ക് നമ്മുടെ ലൈഫിൽ അത്രയും നാളുണ്ടായിരുന്ന ഒരു കമ്പാനിയൻ, ഒരു പേഴ്സൺ ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി അവിടെ ഒരു പെയിൻ വരും. ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പിന് ശേഷം ഇഫ് യു ആർ ഫീലിംഗ് സാഡ്, യു ആർ ഫീലിംഗ് ഡൗൺ, നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല ഐ എം എ വീക്ക് പേഴ്സൺ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട യു ആർ എ വീക്ക് പേഴ്സൺ എന്ന്. ഇറ്റ്സ് ടോട്ടലി ഹ്യൂമൻ. ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, ഇറ്റ്സ് ബേസിക്കലി സയൻസ്. നമ്മുടെ ബയോളജി, നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ബയോളജി ഓർ സയൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. സോ ഇറ്റ്സ് ടോട്ടലി നോർമൽ ടു ഫീൽ സാഡ് ഇഫ് സം വൺ യു റിയലി കെയർഡ് അബൌട്ട് അല്ലെങ്കിൽ സം വൺ യു റിയലി ലവ്ഡ് ലെഫ്റ്റ് യു. ഓക്കെ, ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ചാൽ, നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ നിങ്ങളുടെ ഫേവറേറ്റ് സീരീസ് ഇങ്ങനെ ബിഞ്ച് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് പെട്ടെന്ന് വീട്ടിലെ വൈഫൈ അങ്ങോട്ട് പോയി. അപ്പോൾ നമുക്ക് ആ ടൈമിലുണ്ടാകുന്നൊരു ദേഷ്യവും വിഷമവും ഫ്രസ്ട്രേഷനും ഒക്കെ കൂടി ഇങ്ങോട്ട് വരും. അപ്പോൾ അതുപോലെയൊക്കെയാണെന്ന് പറയാം, ബട്ട് അതുപോലെ ഐ എം നോട്ട് സേയിങ് ഇറ്റ്സ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്, ബട്ട് ഒബ്വിയസ്ലി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനേക്കാളൊക്കെ മാറ്റർ ചെയ്യുന്നൊരു കാര്യമാണ്. ബട്ട് ഐ എം ജസ്റ്റ് സേയിങ്, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ റീസൺ മനസ്സിലായി ആൻഡ് we got to know അല്ലേ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ ടു ഫീൽ ലൈക്ക് ദിസ്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാം, ഇതിൻ്റെ സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് ആയിട്ട് പറഞ്ഞുതരാം. സോ സ്റ്റെപ്പ് 1 ആണ് യു ഷുഡ് ഫീൽ ഓൾ യുവർ ഫീൽസ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരുന്ന ഇമോഷൻസ്, ഇപ്പോൾ നിങ്ങൾക്ക് വിഷമം വരുന്നുണ്ടാവും, യു വിൽ ഫീൽ പെയിൻ ഓർ ഫ്രസ്ട്രേഷൻ, ആങ്കർ, എന്ത് ഇമോഷൻസ് ആയാലും യു ഷുഡ് അക്സെപ്റ്റ് ദോസ്. അല്ലാണ്ട് ഐ എം ടോട്ടലി ഫൈൻ എന്ന് വെച്ചിട്ട് ആ ഫീലിങ്സിനെ അവോയ്ഡ് ചെയ്യാണ്ട് യു ഷുഡ് ജസ്റ്റ് എംബ്രേസ് യുവർ ഫീലിങ്സ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കരയണം തോന്നുന്നുണ്ടെങ്കിൽ കരയുക, ഐസ്ക്രീം കഴിക്കണം തോന്നുന്നുണ്ടോ ഐസ്ക്രീം കഴിക്കുക, ഡാൻസ് കളിക്കണം തോന്നുന്നുണ്ടോ ഡാൻസ് കളിക്കുക, ദേഷ്യം വരുന്നുണ്ടോ ദേഷ്യപ്പെടാം. എന്ന് വെച്ചിട്ട് മറ്റുള്ളവരുടെ മേൽ പോയി ഇതൊന്നും ചെയ്യണം എന്നല്ല ഞാൻ പറയണത്. നിങ്ങളുടേതായ ഒരു സ്പേസിൽ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആവാത്ത തരത്തിൽ നിങ്ങൾക്ക് വരുന്ന എന്തൊരു ഫീലിങ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ദേഷ്യമായാലും സങ്കടമായാലും വിഷമമായാലും എന്തായാലും അതിനൊക്കെ നിങ്ങൾ എംബ്രേസ് ചെയ്യുക. അല്ലാതെ ഈ ഫീലിങ്സിൽ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കാണ്ട് നമ്മൾ അതിനൊക്കെ ഇങ്ങനെ ഫീലിങ്സ് ആയിട്ട് തന്നെ അതിനെ ഫീൽ ചെയ്യുമ്പോൾ അത് നമ്മളെ ആക്ച്വലി ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾക്ക് ജേർണൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, അതായത് നിങ്ങളെ ജഡ്ജ് ചെയ്യാത്ത ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം. അതിലൊന്നൊരു മടി വിചാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് എനിക്ക് എന്തെങ്ങനെ ഉണ്ടായത്, വൈ ഇറ്റ്സ് ഓൾവേസ് മീ, അങ്ങനൊരു
ലൂപ്പിക്ക് നിങ്ങൾ വീണ് പോകരുത്. നിങ്ങൾ നിങ്ങളുടെ തോട്ട്സ് എക്സ്പ്രസ് ചെയ്യുക, ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുക, അത്രയാണ് ഇവിടെ ചെയ്യേണ്ടത്. ആൻഡ് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ യു ഷുഡൻ ഫീൽ ദ പ്രഷർ ടു മൂവ് ഓൺ. ഓക്കെ, യു ഷുഡൻ തിങ്ക് ലൈക്ക് ഓക്കെ ഐ ഷുഡ് മൂവ് ഓൺ വിതിൻ 1 month, ഐ ഷുഡ് ഷോ ഹെർ ഓർ ഐ ഷുഡ് ഷോ ഹിം. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൈഫ് നമ്മുടെ ടേംസ് അനുസരിച്ച് നമ്മൾ ഈ ബ്രേക്കപ്പ് ഓർ ഇതിനെ ഡീൽ ചെയ്യാം. ഓക്കെ, so it should never be about pressure, or it should never be about proving a point to someone who left you. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറക്കേണ്ട ആ പേഴ്സണായിട്ടുള്ള എല്ലാ ഇമോഷണൽ കോഡ്സും കട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഈ നോ കോണ്ടാക്ട് റൂൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അത് ടഫാണ്, ഐ നോ, ബട്ട് യു ഷുഡ് ഡൂ ദാറ്റ്. അതായത് ഇപ്പോൾ നിങ്ങൾ അവരുടെ ചാറ്റ്സ് ഡിലീറ്റ് ചെയ്യുക, അവരെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം, മെസ്സേജസ് മ്യൂട്ട് ചെയ്യണമെങ്കിൽ മ്യൂട്ട് ചെയ്യാം. അവരെ ബേസിക്കലി അവരുടെ ഓർമ്മകൾ വരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് യു കാൺ കൺട്രോൾ അവരെ പ്രൊഫൈൽ നിങ്ങൾ ഒരു ദിവസം ഒരു വട്ടെങ്കിലും നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്തേ പറ്റുമെന്നാണെങ്കിൽ, ഐ മീൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഫുള്ളി കട്ട് ഓഫ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യുക, ഒരു ടൈമർ വയ്ക്കുക. ഓക്കെ, ഒരു ഡേയിൽ ഒരു വട്ടം ഞാൻ 5 മിനിറ്റ് അവളുടെയോ അവൻ്റെയോ പ്രൊഫൈൽ നോക്കാം. അങ്ങനെ ഒരു ടൈമർ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുറച്ച് കൊണ്ടുവന്ന് അങ്ങനെയും ചെയ്യാം. അപ്പോൾ അവരെ സ്റ്റോക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൈം നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്ത്, സോഷ്യൽ മീഡിയ തന്നെ ആയിക്കോട്ടെ, ബട്ട് യു ഷുഡ് ഡൂ സംതിങ് എൽസ് വിത്ത് ദാറ്റ് ടൈം. അല്ലാതെ അവരെ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് മാത്രം, അവരെ പ്രൊഫൈൽ ഫോട്ടോ നോക്കിയിരുന്നുകൊണ്ട് മാത്രം ഒന്നും നടക്കാൻ പോകില്ല. നമ്മളിവിടെ എന്താ ചെയ്യണത്, വി ആർ ട്രൈങ് ടു ഗെറ്റ് ഓവർ ദാറ്റ് പേഴ്സൺ. സോ ഇഫ് വി കീപ് ഗോയിങ് ബാക്ക് ടു ദ സെയിം പേഴ്സൺ, ഇറ്റ്സ് നെവർ ഗോയിങ് ടു ഹാപ്പൻ. അപ്പോൾ നിങ്ങൾ തന്നെ ഇത് മനസ്സിലാക്കണം. സോ തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ യു ഷുഡ് റീഡിസ്കവർ യുവർ സെൽഫ്. എന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ മെമ്മറീസിൽ ജീവിക്കാതുള്ളത് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഹോബീസ് ഉണ്ടാവും എന്തെങ്കിലും. മേ ബി യു ലൈക്ക് പ്ലേയിങ് ഫുട്ബോൾ ഓർ ക്രിക്കറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ സീരീസ് കാണാൻ ഇഷ്ടമുണ്ടാവായിരിക്കും, കുക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരിക്കും, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോബീസിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഒരു ഹോബീസും ഇല്ലാത്ത ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹോബി സ്റ്റാർട്ട് ചെയ്യാം. ഹോബി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത്ര ടഫൊന്നുമല്ല. നിങ്ങൾക്ക് പുറത്ത് പോകാൻ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഹോബീസ് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നണം എന്ത് ഹോബിയാണെന്ന് വെച്ചാൽ അത് സ്റ്റാർട്ട് ചെയ്യുക, ആൻഡ് അതിൽ ടൈം സ്പെൻഡ് ചെയ്യുക. വേറൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നിങ്ങൾ ഒരാളെ മറക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ഷുഡ് ഓൾവേസ് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് വൈബ് പീപ്പിൾ. ഓക്കെ, അല്ലാതെ നിങ്ങളെ വീണ്ടും ഒരു നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ചുറ്റുമുള്ളതെന്നുണ്ടെങ്കിൽ യു വോണ്ട് ഫീൽ ഗുഡ്, യു വോണ്ട് ഫീൽ ദാറ്റ് പോസിറ്റീവ് എനർജി. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ ദേ ഓൾവേസ് ഷുഡ് ലിഫ്റ്റ് യു അപ്പ്, നോട്ട് ബ്രിങ് യു ഡൗൺ. സോ അടുത്ത 4th സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുക. അതായത് ഈ പേഴ്സൺ നിങ്ങളുടെ പാസ്റ്റ് ആണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ, ഇനി നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനുള്ള പ്ലാൻസ് ഉണ്ടാക്കുക. സോ ഫ്രണ്ട്സ് ആയിട്ട് ട്രിപ്സ് പ്ലാൻ ചെയ്യാം, നിങ്ങൾക്ക് കരിയർ ഗോൾസ് സെറ്റ് ചെയ്യാം, അതുപോലെ പുതിയ സ്കിൽസ് പഠിക്കാം. അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഫീൽ ചെയ്യുന്ന ആ പെയിൻ, അത് ഇല്ലാത്തൊരു ഫ്യൂച്ചർ സെൽഫ്, നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അതായത് നിങ്ങൾ ഹാപ്പിയാണ് ലൈഫിൽ, നിങ്ങൾക്ക് അവരുടെ മെമ്മറീസ് നിങ്ങളെ ബോദർ ചെയ്യണില്ല. സോ അങ്ങനെ നിങ്ങൾ ഡെയിലി വിഷ്വലൈസ് ചെയ്യാനായിട്ട് നോക്കുക നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെയിലി സ്മോൾ സ്റ്റെപ്സ് എടുക്കുക. സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഡെയിലി നടക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, അതായത് നമ്മളുടെ ഗോൾസിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു സ്റ്റെപ്സ് എടുക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾ ഭയങ്കരമായിട്ട് ഡൗൺ ഫീൽ ചെയ്യാണ്, യു ആർ ഫീലിംഗ് വെരി ഡൗൺ, യു ആർ ഫീലിംഗ് വെരി സാഡ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് തുറന്നൊരു മോട്ടിവേഷണൽ വീഡിയോ കാണുന്നതും ഇറ്റ് വിൽ കൗണ്ട്. ഓക്കെ, അതായത് അപ്പോൾ നിങ്ങൾ ചെയ്യണത് യു വോണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് അല്ലേ, നിങ്ങൾക്ക് ആ ഒരു ഫേസിൽ തന്നെ സ്റ്റക്ക് ആയിരിക്കണം എന്ന് ആഗ്രഹമില്ല. സോ യു ആർ ഡൂയിങ് സംതിങ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് ഫേസ്. അപ്പോൾ അതും ആക്ച്വലി ഒരു ഗുഡ് തിങ് ആയിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാം. അല്ലാതെ നിങ്ങളിപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല എല്ലാ ദിവസവും. ഈവൻ സ്മോൾ സ്റ്റെപ്സ് ലൈക്ക് ദീസ് വിൽ കൗണ്ട്. സോ 5th സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ യു വിൽ റിയലൈസ് ദാറ്റ് ലവ് വിൽ കം ടു യു അഗെയിൻ. ഇപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഇപ്പോൾ ദ പേഴ്സൺ യു ആർ ട്രൈങ് ടു ഗെറ്റ് ഓവർ, ഇറ്റ്സ് ജസ്റ്റ് എ ചാപ്റ്റർ ഇൻ യുവർ ലൈഫ്. ആൻഡ് അഗെയിൻ, ഈവൻ ഇഫ് ഇറ്റ് വാസ് ഇൻ ലവ് ഓർ ഇറ്റ് വാസ് ജസ്റ്റ് എ ക്രഷ് ഓർ സംതിങ്, എന്തൊക്കെ ആയാലും ലവ് വിൽ ഫൈൻഡ് യു അഗെയിൻ. ബട്ട് ഇവിടെ എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ വി ആർ നോട്ട് വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ഓക്കെ, നമ്മൾ ലവ് എൻ്റെ ലൈഫിലേക്ക് എപ്പോൾ വരും അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയല്ല ചെയ്യണത്. വി ആർ ജസ്റ്റ് ഗോയിങ് ഫോർവേഡ് വിത്ത് അവർ ലൈഫ്.
അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ ഇങ്ങനെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓക്കെ, ഞാൻ ആ ഒരു പേഴ്സണെ കുറിച്ച് 2 ദിവസമായിട്ട് ആലോചിച്ചിട്ടില്ല, അവരെൻ്റെ മൈൻഡിലേക്ക് കടന്നു വന്നില്ല. ആൻഡ് മുമ്പ് അവരെക്കുറിച്ച് എനിക്ക് മെമ്മറീസ് തന്നിരുന്ന സോങ്സ് കേൾക്കുമ്പോൾ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ഇറ്റ്സ് നോട്ട് പെയിനിങ് എനിമോർ. ഓക്കെ, സോ അങ്ങനെ യു വിൽ സ്റ്റാർട്ട് ഫീലിംഗ് ഓക്കെ, മേ ബി യു വിൽ സ്റ്റാർട്ട് ഫീലിംഗ് ഫ്രീ. And again, another very important thing I want to say is like, when you're trying to get over someone, ഇപ്പോൾ നമുക്കൊരാളെ മറക്കണം തോന്നുമ്പോൾ ഡോണ്ട് ഗോ ആൻഡ് ഫൈൻഡ് സമ്മൺ എൽസ്. ഓക്കെ, അതായത് ഒരു പുതിയ ആളെ വെച്ച് പഴയ ആളെ റിപ്ലേസ് ചെയ്യുക, അതൊരിക്കലും ചെയ്യരുത്. ദാറ്റ് വേ യു ഹേർട്ടിങ് യുവർ സെൽഫ് ആൻഡ് ദാറ്റ് ന്യൂ പേഴ്സൺ. ഓക്കെ, സോ അങ്ങനെ ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക. When we are dealing with a breakup അല്ലെങ്കിൽ when we want to forget someone, basically what we are doing is we are going back to our old self. നമ്മൾ ആ ഒരു പേഴ്സൺ വരുന്നതിന് മുമ്പും നമ്മുടെ ലൈഫ് ഉണ്ടായിരുന്നു, നമ്മൾ ലൈഫായിട്ട് നമ്മൾ മുമ്പോട്ട് പോയിരുന്നു. സോ അതെങ്ങനെയാണോ നമുക്ക് ആ ഒരു ഇതിലേക്കാണ് തിരിച്ചു പോകേണ്ടത്. അല്ലാതെ പുതിയൊരു പേഴ്സണെ കണ്ടുപിടിച്ച് വി ഡോണ്ട് വോണ്ട് ടു റിപ്പീറ്റ് ദ സെയിം സൈക്കിൾസ് അല്ലേ. ചിലപ്പോൾ ഈ പുതിയ പേഴ്സൻ്റെ ഒപ്പം നമുക്ക് സെയിം സിറ്റുവേഷൻസ് ആണ് ഉണ്ടാവുന്നത്, സെയിം എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവണമെന്നുണ്ടെങ്കിലും. സോ നെവർ റിപ്ലേസ് യുവർ ലവർ, നെവർ replace someone with someone new. Just go back to your old self and get on with your life. So my sweet sunshines, ഇപ്പോൾ നിങ്ങളൊരു ബ്രേക്കപ്പിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, or you're trying to get over someone, അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇറ്റ്സ് ജസ്റ്റ് എ ചാപ്റ്റർ ഇൻ യുവർ ലൈഫ്. ഓക്കെ, ഇത് നിങ്ങളുടെ എൻ്റയർ ലൈഫൊന്നുമല്ല. യു വിൽ ഗെറ്റ് ഓവർ ഹിം ഓർ ഹെർ. അതായത് എൻ്റെ ഫേവറേറ്റ് കോട്ട്സ് ഞാനിവിടെ പറയാം, ഇതും കടന്നു പോകും. അതായത് ദിസ് ടു ഷാൽ പാസ്. നമ്മൾ ഹാപ്പിനെസ് വരുമ്പോഴും അല്ലെങ്കിൽ വിഷമം വരുമ്പോഴും എപ്പോഴും ആലോചിക്കേണ്ട ഒരു കോട്ടാണിത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങളുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോവുക, സ്ട്രോങ് ആയിട്ടിരിക്കുക. സോ ഐ റിയലി ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു കുട്ടി ഹഗ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടാവണമെന്ന്. ആൻഡ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ് ദ ചാനൽ. എൻ്റെ ചാനൽ ഞാൻ ഇങ്ങനെയുള്ള ടോപ്പിക്സിൽ വീഡിയോസ് ഇനിയും ചെയ്യും. ഓൾസോ ഇഫ് യു ആർ ഇൻ യുവർ 20s ആൻഡ് യു വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ലൈഫ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ 20s കടക്കാൻ പോവാണ്, ഈവൻ ഇഫ് യു ആർ ഇൻ യുവർ ടീനേജ് ഇയേഴ്സ് ഓർ 30s ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് എൻ്റെ 20s വരെയുള്ള ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട്. സോ പ്ലീസ് വാച്ച് ഇറ്റ്. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.